ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്തിട്ട് കണ്ടിട്ട് രണ്ട് അപരാധ സിനിമകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. രണ്ട് അപരാധ പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കട്ട അപരാധം എന്ന് പറയാം, കട്ട അപരാധം. അതിൽ ഒന്നാമത്തെ സിനിമയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒമർ ലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ്, ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. വെറും കോമാളിത്തരം എന്ന് പറഞ്ഞാൽ വെറും കോമാളിത്തരം തന്നെ പറയാൻ പറ്റുള്ളൂ. ഇത്ര ആക്ടേഴ്സിനെ കിട്ടിയിട്ട് ഒരുപാട് ആക്ടർമാർ, ഒരുപാട് നടീനടന്മാർ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. റഹ്മാൻ, ബാബു ആൻ്റണി, ധ്യാൻ ശ്രീനിവാസൻ, ബിബിൻ ജോർജ്, ആൻസർ ബോൾ, സെന്തിൽ കൃഷ്ണ, ഷീലു അബ്രഹാം, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് കാസ്റ്റിംഗ് ആണ് ഇതിലുണ്ട്. പിന്നെ നമ്മളെ ആറാട്ടനും പിന്നെ അലിൻ ജോസ് പെരേര അവരൊക്കെ വരുന്നുണ്ട്. അവരാതെന്ന് പറഞ്ഞാൽ ഭൂലോക അപരാധം, അവരൊക്കെ സിനിമയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. സ്റ്റോറി കാര്യങ്ങളൊക്കെ നല്ല സംഭവത്തിന്, പക്ഷെ കുറച്ചുകൂടി നന്നാക്കിയൊക്കെ എടുത്തിരുന്നെങ്കിൽ, ഈ വെറും കോമാളിത്തരം ഒഴിവാക്കി കുറച്ചുകൂടി നന്നാക്കിയൊക്കെ എടുത്തിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. എനിക്ക് അതിൽ ഏറ്റവും നന്നായി തോന്നിയ ഒരു സംഭവം അതിലെ പാട്ടുകളായിരുന്നു. പാട്ടുകളും മ്യൂസിക്കൊക്കെ രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആക്ഷൻ സീനുകളും കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ബാക്കി മൊത്തം അപരാധം എന്ന് പറഞ്ഞാൽ അപരാധത്തിന് കയ്യും കാലും വെച്ച അതാ സംഭവം. ഒമറിലൊരു അപരാധം അങ്ങനെ പറയാവുന്നൊരു സിനിമയാണ് ബാഡ് ബോയ്സ് എന്ന സിനിമ. കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്തു. ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഒരു വലിയൊരു റിക്വസ്റ്റ് ഉണ്ട്, ഷീലു എബ്രഹാമിനോട് വലിയൊരു റിക്വസ്റ്റാണ്. നിങ്ങൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്തോളൂ, പക്ഷേ അതിൽ അഭിനയിക്കരുത്, നായികയായിട്ട് വരരുത്. ഒന്നോ മാരി വെറുപ്പിക്കൽ വേറെ ആരില്ല ഒരു സിനിമയിൽ ഉള്ളത്. അപരാധം എന്ന് പറഞ്ഞാൽ അപരാധം. ഓക്കെ, ബാഡ് ബോയ്സ് ആണ് ഒരു സിനിമ. രണ്ടാമത് സിനിമ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സജിൻ ഗോപു, അനശ്വരാജൻ എന്നിവരൊക്കെ പ്രധാന വേഷം. നമ്മുടെ ജിത്തുമാധവൻ എഴുതി ശ്രീജിത്ത് ബാബു ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ ഡയറക്ഷനാണ് അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്തപ്പോഴാണ് ഈ സിനിമ കണ്ടത്. എൻ്റെ പൊന്നെ, ഓവർ ആക്ടിങ്ങിൻ്റെ അയ്യരുകളി എന്ന് പറഞ്ഞാൽ ഓവർ ആക്ടിങ്ങിൻ്റെ അയ്യരുകളി. സജിൻ ഗോപുവിന് ആ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ അങ്ങോട്ട് മിങ്കിളാവുന്നില്ല എന്നുള്ളതാണ്. ഭയങ്കര ഓവർ ആക്ടിങ് ആണ്, ഭയങ്കര ഓവർ ആക്ടിങ്. എല്ലാവരും ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. അതിൽ അനശ്വരാജിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അത്രയും ഓവർ ആക്ടിങ് പറഞ്ഞാൽ ഭയങ്കര ഓവർ ആക്ടിങ്ങിൻ്റെ അയ്യര് കളി എന്ന് തന്നെ പറയാം പൈങ്കിളി പറഞ്ഞ ഈ ഒരു സിനിമ. സജിൻ ഗോപുവിന് അനശ്വരാജിന് ആ ഒരു കഥാപാത്രം തീരെ സ്യൂട്ടാവാത്ത പോലെയാണ് എനിക്ക് സിനിമ കണ്ടാൽ തോന്നിയത്. അനശ്വരാജിൻ്റെ കരിയറിലെ ഏറ്റവും വേസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാവുന്ന രീതിയിലാണ് എനിക്ക് ഈ ഒരു പൈങ്കിളി പറഞ്ഞ ഈ ഒരു സിനിമയിൽ അവരുടെ അഭിനയം പെർഫോമൻസ് എനിക്ക് തോന്നി. എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ പറയുന്നത്. എല്ലാവരുടെയും ഇങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല, പക്ഷേ അങ്ങനെയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു അരമണിക്കൂർ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. അനശ്വരാജനും സജിൻ ഗോപുവും തമ്മിലൊരു സംഭവമുണ്ട്, ഒരു കോൺവെർസേഷൻ സംഭവം. എൻ്റെ ഒന്നോ എമ്മാരി ഇതിലും വലിയ വെറുപ്പിക്കൽ ഈ സിനിമയിൽ വേറെല്ലായിരുന്നു. ആ രീതിയിലായിരുന്നു വെറുപ്പിക്കൽ, ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. ചിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് പൊട്ടിച്ചിരിക്കുക, നമ്മൾ വേറെ ഒന്നും ആലോചിക്കാതെ ഇത് വെറും വേറെ കോമാളിത്തരം കണ്ട് നമുക്ക് പൊട്ടിച്ചിരിക്കുക. ഓരോ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് പൊട്ടിച്ചിരിക്കാവുന്ന രീതിയിലുള്ള സംഭവങ്ങൾ. ഭയങ്കര ലൗഡായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും കണ്ടുപോകുക. എനിക്ക് തീരെ വർക്കായില്ല ഈ രണ്ട് സിനിമയും. എനിക്ക് ഒറ്റ അപരാധമായിട്ട് തോന്നിയത് ബാഡ് ബോയ്സ്, പൈങ്കിളി, രണ്ടും തീരെ വർക്കായിട്ടില്ല. ബാഡ് ബോയ്സ് ആമസോൺ പ്രൈമിലും അതുപോലെ തന്നെ ഈ പൈങ്കിളി മനോരമ മാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടുനോക്കുക. കണ്ടവരുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടാവും, പലരും കണ്ടിട്ടുണ്ടാവും. 90% ആൾക്കാർ ചിലപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടാവും ഈ OTT റിലീസ് ചെയ്യുന്ന സമയത്ത്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ പൈങ്കിളി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുക ഫഹദ് ഫാസിലും ജിത്തുമാധവൻ ചെയ്താണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്ത് കണ്ടിട്ടാണോ ഇഷ്ടപ്പെട്ടവരുണ്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാർ എൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ കുറേ ആൾക്കാർ ഇഷ്ടപ്പെട്ടു പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് വർക്കായിട്ടില്ല, അത്രയേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.